ചെറിയ ഒരു യാത്രയിലോട്ടാണ്. ചെറിയ ഒരു നിങ്ങളൊക്കെ കണ്ടു കാണും, അറിഞ്ഞു കാണും, മനസ്സിലാക്കി കാണും. ദൃശ്യ വാർത്താവിനിമയങ്ങളിലൂടെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും യൂട്യൂബ് ആയാലും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയല്ല ഞാൻ പറയാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായ സ്വഹാബത്തിൻ്റെതായ കഥയല്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായ താബിഈങ്ങളുടെ കഥയല്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായ താബിഈങ്ങളുടെ ഔലിയാക്കന്മാരുടെ കഥയല്ല. ഇന്നലകളിൽ അല്ല, കഴിഞ്ഞയാഴ്ച നടന്നതായ ആമിറുൽ ഗദ്ദാഫി എന്ന് പറയുന്നതായ ഒരു ചെറുപ്പക്കാരന്റെ ഒരു കഥയാണ്. എന്റെ സഹോദരങ്ങളെ, മനസ്സ് നല്ലതായി തീരുമ്പോ, നീയത്ത് നല്ലതായി തീരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവെന്നല്ല മുഴുവൻ സംവിധാനങ്ങളെയും അവന്റെ കാൽ ചുവടിലാക്കുമെന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അല്ലാഹു അനുകൂലമാക്കുമാറാകട്ടെ. അല്ലാഹു അനുകൂലമാക്കുമാറാകട്ടെ. വല്ലാത്ത ഒരു ആഗ്രഹവുമായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം കാരണം അല്ലാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യണമെന്നുള്ള ആഗ്രഹവുമായി ആമിറുൽ ഗദ്ദാഫി എന്ന് പറയുന്നതായ ലിബിയൻ സഹോദരനുണ്ടല്ലോ, വിമാനത്താവളത്തിലോട്ട് കടന്നു വരികയാണ്. ഉമ്മമാരെ ശ്രദ്ധിക്കണേ, ചെറുപ്പക്കാരാ ശ്രദ്ധിക്കണേ, എന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കണേ. അല്ലാഹുവിന്റെ കഅബാലയത്തിലോട്ട് യാത്ര ചെയ്യാൻ ഒരുങ്ങിയതായ സഹോദരനുണ്ടല്ലോ, അവസാനമാണ് ആ സംഘത്തിൽ അവസാനം അതാ എയർപോർട്ടിലോട്ട് കടന്നു വരികയാണ്. അങ്ങനെ അവസാനം കടന്നു വരുമ്പോ എല്ലാ യാത്രയുടെ മുഴുവൻ മുൻകരുതലും മുൻ സൗകര്യങ്ങളും പൂർത്തിയാക്കുകയാണ്. എവിടെയോ ഒന്ന് പിഴയ്ക്കുകയാണ്. ദുൽഹജ്ജ് മാസത്തിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, മുഅ്മിനേ, മനസ്സിലാക്കണേ, അല്ലാഹ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും സംഭവിക്കുമെന്നുള്ളതായ നിയ്യത്തുണ്ടാകണേ, തീർച്ചയുണ്ടാകണേ, ഈമാൻ ഉണ്ടാകണേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമിറുൽ ഗദ്ദാഫി എന്ന് പറയുന്നതായ ലിബിയൻ ചെറുപ്പക്കാരന് മധ്യവയസ്കരുണ്ടല്ലോ, എയർപോർട്ടിൽ വരികയും അവിടുത്തെ സുരക്ഷാ ക്രമീകരണം ചെയ്യുന്നതായ പരിപാലകർ പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകാൻ സാധ്യമല്ല, കഅബാലയത്തിലോട്ട് യാത്ര പോകാൻ സാധ്യമല്ല. അങ്ങനെ തന്റെ കൂടെയുള്ള മുഴുവൻ ഹാജിമാരെയും ആ ഫ്ലൈറ്റിലോട്ട് കയറ്റുകയും അതിന്റെ പൈലറ്റ് അതാ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ഗമിക്കുകയാണ്, അതിനു വേണ്ടി ശ്രമിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എയർപോർട്ടിലുള്ളവർ പറഞ്ഞു, മോനെ, നിനക്ക് പോകാൻ സാധ്യമല്ല. ചെറുപ്പക്കാരാ, ഇന്നലെ നടന്നതാണ്, 2 ദിവസം മുന്നേ നടന്നതാണ്, ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നടന്നതല്ല, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ല. കാലഘട്ടത്തിൻ്റെതായ സാക്ഷികളിലൂടെ മുന്നോട്ട് പോകുമ്പോ എല്ലാവരും പറഞ്ഞു പോകാൻ സാധ്യമല്ല, ഫ്ലൈറ്റ് അതാ പൊങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. ആമിർ എന്ന് പറയുന്നതായ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ കഅബാലയം ലക്ഷ്യം വെച്ചവനാണ്, അല്ലാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യാൻ നിയ്യത്ത് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയവനാണ്, വീട്ടിൽ നിന്ന് പുറപ്പെട്ടവനാണ്. ഞാൻ പോവുക തന്നെ ചെയ്യുമത്രേ, ഞാൻ ഇവിടെ നിന്ന് യാത്ര ചെയ്യുക തന്നെ ചെയ്യുമത്രേ. സഹോദരങ്ങളെ, 3 പീടികയിൽ നിന്ന് എറണാകുളം വരെ പോകണമെങ്കിൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഓട്ടിക്കോ. അത്രയും 38-40 കിലോമീറ്റർ പോയാൽ തിരിച്ചു വരാൻ വലിയ പാടൊന്നുമില്ല, അത് വലിയ യാത്രാ തടസ്സമൊന്നുമില്ല. പക്ഷേ മുസ്ലിമേ, മനസ്സിലാക്കണേ, 1/2 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ചെയ്യുകയാണ്. 1 മണിക്കൂറിൽ എത്രയോ കിലോമീറ്റർ ആണ് ഒരു ഫ്ലൈറ്റ് സഞ്ചരിക്കുന്നത്, ഒരു ഫ്ലൈറ്റ് യാത്രാ സൗകര്യം സഞ്ചരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആമിറിനെ കയറ്റാതെ പോയതായ ഫ്ലൈറ്റ് 5.5 മണിക്കൂർ സഞ്ചരിച്ചപ്പോ അത് എന്തോ തകരാറ് പറ്റുകയാണ്. പൈലറ്റ് പറയുകയാണ്, ആ ഫ്ലൈറ്റിനെ തിരിച്ചിറക്കണം, ആ ഫ്ലൈറ്റ് മുന്നോട്ട് പോകാൻ സാധ്യമല്ല.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് വീണ്ടും ആ എയർപോർട്ടിൽ നിന്നു വീണ്ടും എന്തെയോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ട് വീണ്ടും പറക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പോഴും ആമിർ പറഞ്ഞു എന്നെയും കൊണ്ടൊന്ന് പോകണേ. അപ്പോഴും അവർ നിരസിച്ചു. പൈലറ്റ് സമ്മതിച്ചില്ല. അതിൻ്റെതായ പോലീസ് ഉദ്യോഗസ്ഥരെ സമ്മതിച്ചില്ല. അങ്ങനെ വീണ്ടും അതാ പറക്കുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യവും പറന്നതിന് ശേഷം ഒരു ഹാജി അതാ എയർപോർട്ടിലാണ് ലബ്ബൈക അല്ലാഹുമ്മ എന്ന് പറയുന്നതായ മന്ത്രധ്വനികളുമായി പറഞ്ഞുകൊണ്ട് തന്റെ നാവിൻ തുമ്പിൽ നിന്നും നിറവിളിക്കുന്നതായ തൽബിയത്തിന്റെ മന്ത്രധ്വനികളുമായി എയർപോർട്ടിൽ വെയിറ്റിംഗിലാണ്. അള്ളാന്റെ ഹാജി വെയിറ്റിംഗിലാണ്. അള്ളാന്റെ അതിഥി വെയിറ്റിംഗിലാണ്. അങ്ങനെ വീണ്ടും പറയുകയാണ്, കഴിഞ്ഞില്ല ചെറുപ്പക്കാരാ. വീണ്ടും ആ ഫ്ലൈറ്റ് വീണ്ടും തിരിച്ചിറങ്ങുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യവും തിരിച്ചിറങ്ങുകയാണ്. ഇത് ബാലരമയുടെ കഥയല്ല, മാതൃഭൂമിയുടെ കഥയല്ല, യശാനത്തിൻ്റെതായ ചരിത്രം പറയുന്നതായ സീരിയലല്ല. എന്റെ ചെറുപ്പക്കാരാ, കേൾക്കുന്ന മുമ്പിനെ കഴിഞ്ഞയാഴ്ച നടന്ന കാര്യമാണ് പറയുന്നത്. രണ്ടാമതും അതാ തിരിച്ചിറങ്ങിയതിനു ശേഷം പൈലറ്റ് സമ്മതിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇനി ഫ്ലൈറ്റ് മുന്നോട്ട് പോകണമെങ്കിൽ ആ വെയിറ്റിംഗിൽ ഇരിക്കുന്നതായ ആമിറുൽ ഗദ്ദാഫി എന്ന് പറയുന്നതായ ആ ഹാജി ഉണ്ടല്ലോ, ആ ഹാജിയും കയറ്റിയിട്ടല്ലാതെ ഞാൻ ഫ്ലൈറ്റ് ഇവിടെ നിന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ സജ്ജനല്ല. എന്തോ അത്ഭുതമാണ്. അതാ വീണ്ടും വരികയാണ്. വീണ്ടും ഈ ഹാജിയെ കയറ്റുകയാണ്. എന്തോ അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്. കാലഘട്ടം പുതിയ കണ്ടുപിടുത്തത്തിൽ പുറകിലല്ല മുസ്ലിമേ, പുതിയ കണ്ടുപിടുത്തത്തിൽ പുറകിലല്ല. പക്ഷേ അള്ളാന്റെ വിധിക്ക് മുന്നിൽ ഏത് കണ്ടുപിടുത്തവും തകിടം മറിയുമെന്ന് വീണ്ടും കാലം തെളിയിക്കുകയാണ്. അള്ളാന്റെ വിധിക്ക് മുന്നിൽ ഏത് കണ്ടുപിടുത്തവും തകിടം മറിയുമെന്ന് കാലം തെളിയിക്കുകയാണ്. മൂന്നാമതാ ഫ്ലൈറ്റ് പൊങ്ങിയത് ആ താമസിച്ചു വന്നതായ ആമിറുൽ ഗദ്ദാഫി ഉണ്ടല്ലോ, ലിബിയ ചെറുപ്പക്കാരനുണ്ടല്ലോ, നിങ്ങളെ തള്ളിപ്പറഞ്ഞതായ ഹാജി ഉണ്ടല്ലോ, നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലിരുത്തിയതായ ഹാജി ഉണ്ടല്ലോ, കഅബാലയത്തിൽ നിനക്ക് പോകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതായ ഹാജി ഉണ്ടല്ലോ, ആ ഹാജിയെ കയറ്റിയിട്ടാണ് സുബ്ഹാനല്ലാഹ് മതാഫിലോട്ട് യാത്ര ചെയ്തത്. ഇത് അത്ഭുതത്തിന്റെ കഥയല്ലേ? എന്താണ് കാരണം? നീയത്താണ് മുഅ്മിനെ. ഹൃദയത്തിന്റെ ഉള്ളിൽ നന്നാക്കണേ. ആ കാരണം ഹൃദയത്തിന്റെ ഉള്ളിൽ കാണുന്നത് അല്ലാഹുവാണ്. ഇന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബിക. അല്ലാഹുവിന്റെ നോട്ടം പതിക്കുന്നത് നിന്റെ സൗന്ദര്യത്തിലല്ല, നിന്റേതായ വസ്ത്രകോലാഹലങ്ങളിലല്ല. അള്ളാന്റെ നോട്ടം പതിയുന്നത് നിന്റെ ഹൃദയത്തിലോനാണെന്ന് അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും ആ കഅബാലയത്തിൽ നീ എത്തിക്കണേ. അല്ലാഹുവേ, കോടാനുകോടി ലക്ഷോപത് ലക്ഷം ഹാജിമാർ ഇങ്ങനെ തൂവെള്ള വസ്ത്രധാരികളായ കഅബാലയത്തിൽ മതാഫ് ചെയ്യുമ്പോ ആ ആമിറുൽ ഗദ്ദാഫി എന്ന് പറയുന്നതായ സഹോദരൻ ഉണ്ടാകുക. കാരണം അത് അള്ളാഹുവിന്റെ അതിഥിയാണ്, അള്ളാഹു സ്നേഹിച്ചവനാണ്. അള്ളാഹുവിൻ്റെതായ അതിഥികളെ അള്ളാഹു ആദരിക്കും. അള്ളാഹുവേ, ഈ പാപികളായ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരെല്ലാം ഹജ്ജിന് പോയോ? നമ്മുടെ നാട്ടിൽ നിന്നും പോയവരുണ്ട്, പരിസര മഹല്ലുകളിൽ നിന്നും പോയവരുണ്ട്, നമ്മുടെ രാജ്യത്ത് നിന്നും പുറപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഹജ്ജിനെ എല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാൻ.